ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ ഇൻ ഇംപെർഫെക്റ്റ് മാർക്കറ്റാണ്. ഇംപെർഫെക്റ്റ് മാർക്കറ്റാണ് അല്ലേ. അതിൽ നമുക്ക് എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ക്യാരി പറഞ്ഞാൽ എന്താ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും മറ്റുള്ള എല്ലാ കോസ്റ്റുകളും ആഡ് ചെയ്തിട്ടുള്ളതാണ് കോസ്റ്റ് ഓഫ് ക്യാരി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ബാക്കിയുള്ള അതിൽ നമ്മൾ പെർഫെക്റ്റ് ഉണ്ടായിരുന്നു, ഇംപെർഫെക്റ്റ് ഉണ്ടായിരുന്നു അല്ലേ. പെർഫെക്റ്റിലുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതൻ ഇംപെർഫെക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇംപെർഫെക്റ്റ് ആണ്. അതിൽ കുറച്ച് ഇംപെർഫെക്റ്റ് പറഞ്ഞാൽ പെർഫെക്റ്റ് അല്ലാത്തതാണ്. മീൻസ് ഈ ഇതിൽ പെർഫെക്റ്റിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലാതെ, പെർഫെക്റ്റിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇംപെർഫെക്ഷനിൽ ഉള്ളത് അല്ലേ. അഥവാ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അവിടെ ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇംപെർഫെക്റ്റിൽ എന്താണ് ഈ ഒരു മിനിറ്റ് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അവിടെ ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ എങ്ങനെയാണ് ഇംപെർഫെക്റ്റ്ലി ഇതെല്ലാം ഉണ്ട് അല്ലേ. ദർ ആർ ട്രാൻസാക്ഷൻ കോസ്റ്റ്, അതുപോലെ അൺഈക്വൽ ആയിട്ടുള്ള ബോറോയിങ്സ് ലെൻഡിങ് റേറ്റും ആയിരിക്കും ഉണ്ടാവുക. ദെൻ അതുപോലെ റെസ്ട്രിക്ഷൻ ഓൺ ഷോർട്ട് സെല്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ റെസ്ട്രിക്ഷൻസുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഷോർട്ട് സെല്ലിങ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻസ് അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. മീൻസ് അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ദെൻ അതുപോലെ സെല്ല് ബൈ പ്രോഫിറ്റ് അല്ലേ. നമുക്ക് സെല്ലിലൂടെയും ബൈയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാനുള്ള സ്പ്രെഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ആർബിട്രേജേഴ്സിന് വരാനുള്ള സാധ്യത അവിടെ അതിനുള്ള റെസ്ട്രിക്ഷൻസും പറഞ്ഞിട്ടുണ്ട്. ദെൻ അതുപോലെ ലിമിറ്റേഷൻസ് ടു സ്റ്റോറേജ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റീസിൻ്റെ ബേസിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം, ട്രാൻസ്പോർട്ടേഷൻ വേണം അല്ലേ, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. സ്റ്റോർ ചെയ്ത് വെക്കുന്നതൊന്നും ഇല്ല, അത്തരത്തിലുള്ള നന്നായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ കോസ്റ്റുകളൊക്കെ ഉള്ളതും നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാത്തതുമായിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഇംപെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ ആകെ മനസ്സിലാക്കേണ്ട കാര്യം. നോ ആർബിട്രേജ് ആണ്. നോ ആർബിട്രേജ് നോക്കാം. നോ ആർബിട്രേജ് എന്നാൽ ആർബിട്രേജേഴ്സിന് വർക്ക് ചെയ്യാനുള്ള അതിനുള്ളൊരു സിറ്റുവേഷൻസ് ഇല്ലാത്തൊരവസ്ഥയാണ് ഇംപെർഫെക്റ്റിൽ ഉണ്ടാവുക. മറ്റതിലോ ക്യാരിയിങ്ങിലും കോസ്റ്റിലും അതിൻ്റെ റിവേഴ്സിലും ഒക്കെ അല്ലെങ്കിൽ പെർഫെക്റ്റ് മാർക്കറ്റിൽ എന്താണ് അവിടെ ആർബിട്രേജേഴ്സിന് പോസിബിലിറ്റി ഉണ്ട്. ആർബിട്രേജേഴ്സ് ഇതിലിറങ്ങി തിരിച്ച് അതിലൂടെ അല്ലെങ്കിൽ കൂടുതൽ പ്രൈസിൽ നിന്ന് കൂടുതൽ കുറഞ്ഞ വിലയിൽ വാങ്ങിച്ചിട്ട് കൂടുതൽ വിലയിൽ നമ്മൾ കൊണ്ടുപോയി വിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആർബിട്രേജേഴ്സിന് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇംപെർഫെക്റ്റ് മാർക്കറ്റിൽ അവർക്ക് എന്താണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽസ് ഇംപെർഫെക്റ്റ് മാർക്കറ്റിൽ നോ ആർബിട്രേജ് എന്നതാണ് ഇതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻസുകൾ എന്തൊക്കെയാണ്? ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജിൽ നമ്മൾ പഠിച്ചു അല്ലേ. F0T ടി എന്ന് പറയുന്നത് എന്താണോ എക്സ്പെഡിഷൻ ടൈമിനെയാണ് ടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ F0 എന്ന് പറയുന്നത് എന്താണ്, ഫ്യൂച്ചർ പ്രൈസ് ആണല്ലോ. അത് ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റിൽ ബേസ് ചെയ്ത പ്രൈസ് നമ്മൾ എവിടെയാണ് എക്സ്പെഡിഷൻ ഡേറ്റിൻ്റെ അന്നല്ലേ ചെയ്യുക. സോ അവിടെ അതുകൊണ്ടാണ് അത് ഒന്നിച്ച് കൊടുത്തിട്ടുള്ളത്. F0T മോർ ദാൻ അല്ലേ. നോക്കാം, മോർ ദാൻ എന്താണ് സ്പോട്ട് പ്രൈസ് അല്ലേ. മോർ ദാൻ സ്പോട്ട് പ്രൈസ് ഇൻറ്റു 1+T ഇൻറ്റു 1+C ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. കാരണം ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജിൽ നമ്മൾ ആ ഇക്വേഷൻ പഠിച്ചതാണ്. ഓക്കെ അല്ലേ. ഇനി റിവേഴ്സ് ആൻഡ് ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജിലോ നേരെ തിരിച്ചായിരിക്കും. എന്താണ് നേരെ തിരിച്ചാവാൻ കാരണം അല്ലേ,
നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത കോൺട്രാക്റ്റിൽ പറഞ്ഞ വ്യക്തി പ്രൈസിനെക്കാട്ടിലും കാൽക്കുലേറ്റ് ചെയ്ത പ്രൈസ് കൂടുതലായിരിക്കും. അപ്പോഴാണ് റിവേഴ്സ് ആർബിട്രേജ് ഉണ്ടാവുക. ക്യാഷ് ആൻഡ് ക്യാരിയിലോ കാൽക്കുലേറ്റ് ചെയ്ത പ്രൈസ് കൂടുതലായിരിക്കും എവിടെ, നമ്മുടെ ഫ്യൂച്ചർ പ്രൈസിനെക്കാട്ടിലും. അപ്പോൾ ക്യാഷ് ആൻഡ് ക്യാരിയാണ് അല്ലേ. അപ്പോൾ ക്യാഷ് ആൻഡ് ക്യാരി അതുപോലെ റിവേഴ്സ് ക്യാഷ് ആൻഡ് ക്യാരിയും കറക്റ്റായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇക്വേഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ടും എന്താണ്, ഒന്നിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ്. ഇവിടെ എന്താണ്, ഫ്യൂച്ചർ പ്രൈസിനെക്കാട്ടിലും സ്പോട്ട് പ്രൈസ് കുറവായിരിക്കും. സ്പോട്ട് പ്രൈസിനെ കൂടുതലായിരിക്കും ഫ്യൂച്ചർ പ്രൈസ് വാല്യൂ കേട്ടോ. സ്പോട്ട് പ്രൈസിനെ കൂടുതലായിരിക്കും ഫ്യൂച്ചർ പ്രൈസ് വാല്യൂ എന്നുള്ളതാണ്. അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്? സംശയമുണ്ടോ? നമ്മുടെ ഫ്യൂച്ചർ പ്രൈസ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നോക്കുക, മോർ ദാൻ ആണ് അല്ലേ. ഫ്യൂച്ചർ പ്രൈസ് മോർ ദാൻ സ്പോട്ട് പ്രൈസ് അല്ലേ. അപ്പോൾ നമ്മളവിടെ എന്താണ്, മോർ ദാൻ ആണ്. ഇൻ ഈക്വാലിറ്റിയാണ് അവിടെ വന്നിട്ടുള്ളത്. അവിടെ അപ്പോൾ ക്യാഷ് ആൻഡ് ക്യാരിയിലും റിവേഴ്സ് ആൻഡ് ഇതിലും എന്താണ്, ആർബിട്രേജ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ആർബിട്രേജ് നടക്കുന്നുണ്ട്. കാരണം അതിൽ ഒന്ന് കൂടുതലും ഒന്ന് കുറവുമാണ്. ഒന്നെന്താണ്, ഫ്യൂച്ചർ പ്രൈസിനെക്കാട്ടിൽ സ്പോട്ട് പ്രൈസ് കൂടുതലായിരിക്കും അല്ലേ. ദെൻ മറ്റേതിലോ റിവേഴ്സിൽ എന്താ പറഞ്ഞത്, ഫ്യൂച്ചർ പ്രൈസിനെക്കാട്ടിൽ സ്പോട്ട് പ്രൈസ് കുറവായിരിക്കും. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് ആയിട്ടുള്ളതുകൊണ്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. S0 എന്ന് പറയുന്നത് ഇനീഷ്യൽ പ്രൈസാണ്. ഇനീഷ്യൽ പീരിയഡിൽ ഉള്ള പ്രൈസിനെയാണ് നമ്മൾ 0 കൂട്ടിയിട്ട് പറയുന്നത് കേട്ടോ. ഇനീഷ്യലായിട്ടുള്ളതാണ്. അത് സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് രണ്ടും ഇക്വേഷന് മനസ്സിലായല്ലോ. ബാക്കിയുള്ളത് കോസ്റ്റുകൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രം. റിവേഴ്സിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മൈനസ് ചെയ്യുന്നു. ഒന്നുകൂടെ മനസ്സിലാക്കുക. റിവേഴ്സിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മൈനസ് ചെയ്യുന്നു. ദെൻ ക്യാഷ് ആൻഡ് ക്യാരിയിൽ എന്താണ്, ട്രാൻസ്പോർട്ടേഷൻ ആഡ് ചെയ്യുന്നു. ആ ഇക്വേഷൻ അങ്ങനെയാണ് കാണിക്കുന്നത്. ഇവിടെ ഇംപെർഫെക്റ്റിൽ പറയുകയാണെങ്കിൽ നോ ആർബിട്രേജ് ആണ് നോ ആർബിട്രേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ അടങ്ങിയ ഇക്വേഷൻ ബേസിലാണ് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ് അവിടെ വരുന്നത്. വെൻ എ ട്രാൻസാക്ഷൻ കോസ്റ്റ്, കമ്മീഷൻ, ബ്രോക്കേജ് ഇതൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള കോസ്റ്റുകൾ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ കോസ്റ്റ് ക്യാരി മോഡൽസ്. അവിടെ നോ ആർബിട്രേഷൻ ബോണ്ട് മീൻസ് അപ്പർ ബോണ്ട് ആൻഡ് ലോവർ ബോണ്ട്, രണ്ട് രീതിയിലുള്ള ബോണ്ടുകൾ ഉണ്ട് നോ ആർബിട്രേജിൽ. ഏതാണ്, അപ്പർ ബോണ്ടും ഉണ്ട് ലോവർ ബോണ്ടും ഉണ്ട് കേട്ടോ. അപ്പർ ബോണ്ട് ലോവർ ബോണ്ടും രണ്ട് ബോണ്ടുകളാണ് ഉള്ളത്. അപ്പോൾ അതിൽ അപ്പർ നോ ആർബിട്രേജ് ബോണ്ട് അല്ലെങ്കിൽ ലോവർ നോ ആർബിട്രേജ് ബോണ്ട്. അപ്പോൾ ഇതിൽ രണ്ടും ഉണ്ടെന്ന് മനസ്സിലാക്കുക. നോക്കുക, നോ ആർബിട്രേജ് ബോണ്ട് മീൻസ് എ അപ്പർ ആൻഡ് ലോവർ ബൗണ്ടറി ഫോർ എ ഫ്യൂച്ചർ പ്രൈസ് പ്രിവെൻറ്റ് ആർബിട്രേജ്. ഫ്യൂച്ചർ പ്രൈസിൻ്റെ രീതിയിൽ ആർബിട്രേജിനെ അവിടെ പ്രിവെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നോ ആർബിട്രേജ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ട്രാൻസാക്ഷൻ കോസ്റ്റ് കേട്ടോ. ദെൻ ഇതിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് വിൽ ബി റേഞ്ച് ഫ്യൂച്ചർ റാദർ ദാൻ ലോക്ക്. ഇറ്റ്സ് എ എക്സാക്റ്റ് ഇക്വേഷൻ അല്ലേ. ഇക്വേഷൻസ് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ അതുപോലെ ഇതിൽ നോക്കുക, ഫ്യൂച്ചർ പ്രൈസ് മേ ബി വെരി വിത്തിൻ എ ദീസ് ബോണ്ട് വിത്തൗട്ട് അട്രാക്റ്റിംഗ് ആർബിട്രേജ് ആക്ടിവിറ്റി. ആർബിട്രേജിൻ്റെ ആക്ടിവിറ്റി ഇതിൽ ഒരിക്കലും അട്രാക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കേട്ടോ, വിത്തൗട്ട് അട്രാക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ ഈ നോ ആർബിട്രേജ് ബോണ്ടുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പറും ബോണ്ടും ഉണ്ടെന്ന് ലോവറും ഉണ്ട് പറഞ്ഞല്ലോ. അപ്പറിൽ നമ്മൾ നോക്കുന്നത് ഫ്യൂച്ചർ പ്രൈസിനെക്കാട്ടിലും സ്പോട്ട് പ്രൈസ് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അവിടെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ് തന്നെയാണ് അപ്പർ നോ ആർബിട്രേജ് ബോണ്ടിൽ ഇംപെർഫെക്റ്റ് മാർക്കറ്റിൽ ഉള്ളത്. ദെൻ അതുപോലെ ലോവർ നോ ആർബിട്രേജ് ബോണ്ട് അവിടെ നമ്മൾ റിവേഴ്സ് ക്യാഷ് ആൻഡ് ക്യാരി. അപ്പോൾ ഈ രണ്ട് സംഗതി അവിടെ നടക്കുന്നുണ്ട്. അവിടെ അതിനെ നമ്മൾ ലെസ് ആവുമ്പോൾ ഫ്യൂച്ചർ പ്രൈസിനെക്കാട്ടിൽ സ്പോട്ട് പ്രൈസ് ലെസ് ആവുമ്പോൾ നമ്മൾ നോ ആർബിട്രേജ് ബോണ്ട് എന്ന് പറയുന്നുണ്ട്. മോർ ദാൻ ആവുമ്പോൾ അപ്പർ നോ ആർബിട്രേജ് ബോണ്ട് എന്നും പറയുന്നുണ്ട്. ഓക്കെ. ഇനി ഇതിന് രണ്ടിൻ്റെയും കോമ്പിനേഷൻ ഇക്വേഷൻസ് ആണ് നോക്കാം.
എസ് സ്പോട്ട് പ്രൈസ് കേട്ടോ, ഇനീഷ്യലി സ്പോട്ട് പ്രൈസ് S0 ഇൻറ്റു 1 മൈനസ് T 1 പ്ലസ് C മോർ ദാൻ F0. നമ്മൾ നേരത്തെ ആ പറഞ്ഞ ഇക്വേഷന് മനസ്സിലായോ? ക്യാഷ് ആൻഡ് ക്യാരിൻ്റെ ഇക്വേഷനും. ദെൻ അടുത്തത് ഒന്ന് റിവേഴ്സിൻ്റെയും ഒന്ന് ക്യാഷ് ആൻഡ് ക്യാരിയുടെയും ആ ഇക്വേഷൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇത് പറയുന്നത് കേട്ടോ. അത്ര മനസ്സിലാക്കിയാൽ മതി. കൂടുതലായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ വരും. അപ്പോൾ നമുക്ക് ഇതിലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അഥവാ നോ ആർബിട്രേജ് എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് മാർക്കറ്റിൽ ആക്റ്റീവ് ആകുന്ന ഒന്നാണ്. അഥവാ ആക്റ്റീവ് അല്ല എന്ന് പറയാം അല്ലേ. കാരണം ഒരു ആർബിട്രേജിനെ ഒരിക്കലും അട്രാക്റ്റ് ചെയ്യാത്ത ഒരു മാർക്കറ്റാണ് ഇംപെർഫെക്റ്റ് മാർക്കറ്റ്. സോ അവിടെ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ അപ്പറും ലോവറും ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പറിൽ നമ്മൾ ഏത് ഇക്വേഷൻ ആണെന്നും ലോവറിൽ എങ്ങനെയാണെന്നുള്ളതും അവിടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് മൈനസ് ചെയ്യേണ്ടത് എവിടെയാണെന്നൊക്കെ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വെച്ചാൽ മതി. ഇത് പ്രോബ്ലംസ് ഒന്നും ചോദിക്കൂല, പക്ഷേ ഇത് ഈ തിയറി ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതേണ്ടതാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് ഗോൾഡ് സ്പോട്ട് പ്രൈസ് ഓഫ് എ ഗോൾഡ് പെർ ഗ്രാം ഫോർ 4,500. ദ ആനുവൽ ഇൻട്രസ്റ്റ് ബോറോയിങ് അറ്റ് ലെൻഡിങ് 10% ആനുവൽ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ദെൻ ട്രാൻസാക്ഷൻ കോസ്റ്റ് ജനറലി 2%. ട്രാൻസാക്ഷൻ എമൗണ്ട് ഫോർ റുപ്പീസ് ഫോർ ഫ്യൂച്ചർ കോൺട്രാക്ട് മെച്യൂറിങ് ഇൻ എ 6 month മീൻസ് 6 മാസത്തിൽ അല്ലേ. ഇതിൽ നമ്മൾ നോ ആർബിട്രേഷൻ ഫ്യൂച്ചർ പ്രൈസ് കാണണം. പെർഫെക്റ്റ് മാർക്കറ്റിൽ ഉള്ളതാണ് കാണേണ്ടത്. അതുപോലെ തന്നെ പെർഫെക്റ്റ് അല്ല, ഇംപെർഫെക്റ്റ് ആണ് കേട്ടോ. ഇംപെർഫെക്റ്റ് മാർക്കറ്റിലുള്ളതാണ് കാണേണ്ടത്. ഇൻപെർഫെക്റ്റ് നട കൊടുത്തില്ല, പക്ഷേ ഇൻപെർഫെക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ സിറ്റുവേഷൻസ് എ എന്ന് പറയുന്നത് നോ ആർബിട്രേജിൽ നമ്മൾ ഫ്യൂച്ചർ പ്രൈസ് കാണുന്നത് എങ്ങനെയാണ്? നോക്കുക, ഫ്യൂച്ചർ പ്രൈസ് 0 T = സ്പോട്ട് പ്രൈസ് ഇൻറ്റു 1 + C ക്യാരിയിങ് കോസ്റ്റ് ആണ്. മീൻസ് ക്യാരിയിങ് കോസ്റ്റ് അല്ലേ 4,000. സ്പോട്ട് പ്രൈസ് എത്രയാണ്? 4,000 അല്ലേ. 4,500 രൂപയാണ്. ഇൻറ്റു 1 + C മീൻസ് C എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ആ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 10% ഉള്ളത്. പക്ഷേ നമ്മൾ 6 മാസത്തിനാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ 10%-ൻ്റെ 5 അല്ലേ, 5% 10നെ 2 നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 5 കിട്ടും. 5% പെർസെൻറ്റേജ് എന്ന് മാറ്റുമ്പോൾ നമുക്ക് 0.05 അല്ലേ, അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അതിനോട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 4,725 രൂപ നമുക്ക് കിട്ടും. ഇതിൻ്റെ നോ ആർബിട്രേജ് കേട്ടോ, ഇംപെർഫെക്റ്റ് മാർക്കറ്റിൽ. ദെൻ അതിൻ്റെ അപ്പറും ലോവറും നിന്ന് നമ്മൾ കാണുകയാണെങ്കിൽ അപ്പറും ലോവറും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അവിടെ ഒന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂട്ടുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. ഒന്നിൽ എന്താണ്? മൈനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പർ നോ ആർബിട്രേജ് ബോണ്ടിൽ നമ്മൾ ഫ്യൂച്ചർ പ്രൈസ് അല്ലേ, ഫ്യൂച്ചർ പ്രൈസ് എക്സ്പിറേഷൻ ഡേറ്റ് വരെ മോർ ദാൻ സ്പോട്ട് പ്രൈസ് ഇൻറ്റു 1 + T ഇൻറ്റു 1 + C അല്ലേ. 1 + T എന്ന് പറയുന്നത് അവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ്. അപ്പോൾ ആ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മൾ കൂട്ടണം അല്ലേ. F0 മോർ ദാൻ സ്പോട്ട് പ്രൈസ് എന്ന് പറയുമ്പോൾ അവിടെ എത്രയാണുള്ളത്? 4,500 ആണ്. ഇൻറ്റു 1 + ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എത്രയാണ്? 0.02 ആണ്. ഇൻറ്റു 1 + C എത്രയാണ്? C മീൻസ് ക്യാരിയിങ് കോസ്റ്റ് ആണ്. അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് 1 + 0.05 10%-ന് 6 മാസത്തേക്കാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് 10/2 5 കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 1 + 0.05 = 4,819.50 rupees കിട്ടും കേട്ടോ. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി
അപ്പർ ലോ ലോവറിൽ എങ്ങനെയാണ് കിട്ടുന്നത്? ലോവർ നോ ആർബിട്രേജ് അല്ലേ, അതിൽ വരുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4500. ഇത് ഈ ഒരു സെയിം കാൽക്കുലേഷനാണ്. പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അവിടെ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണമെന്നുള്ള. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എത്രയാണ്? 2% ആണ്. 2% ആവുമ്പോൾ അവിടെ 0.2 നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? 4630.50 റുപ്പീസ് നമുക്ക് കിട്ടും. അപ്പോൾ ക്യാരിയിങ് കോസ്റ്റ് അറിയാലോ. ക്യാരിയിങ് കോസ്റ്റ് മീൻസ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. 10% ഫോർ 1 ഇയർ പെർ ആൻ എന്ന് പറഞ്ഞതുകൊണ്ട് അല്ലേ, അതിനെ നമ്മൾ 6 മന്തിലേക്ക് മാറ്റുമ്പോൾ 5% ആയിട്ട് മാറും. 5% ഈസ് ഈക്വൽ ടു 0.05. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻസ് വരുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ കൂടുതലായിട്ട് തിങ്ക് ചെയ്യേണ്ട. ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, നോ ആർബിട്രേജിൽ ബൗണ്ടറി ഉണ്ട്. അതിൽ തന്നെ നമുക്ക് അപ്പറും ഉണ്ട്, ലോവർ ബൗണ്ടറി ഉണ്ട്. അപ്പറിനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? അപ്പറിൽ ചെയ്യുമ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ലോവറിൽ ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മൈനസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക കേട്ടോ. കൂടുതലായിട്ട് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇത്രയും പറഞ്ഞ കാര്യം വ്യക്തമല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇംപെർഫെക്റ്റിൽ ഈ പെർഫെക്റ്റ് അല്ലാത്ത കാര്യങ്ങളാണ് ഇംപെർഫെക്റ്റിൽ നടക്കുക. അപ്പോൾ കോസ്റ്റുകളൊക്കെ ആഡ് ചെയ്യണം. കോസ്റ്റുകളെല്ലാം ഉണ്ടാകും. പിന്നെ നമുക്ക് ബെനിഫിറ്റായ കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അതിനെ ഇംപെർഫെക്റ്റ് ആയിട്ട് പറയുന്നത്. ബെനിഫിറ്റായിട്ട് വരുന്നത് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് എന്താണ്, ആർബിട്രേജേഴ്സിനും സ്പ്രെഡേഴ്സിനൊക്കെ പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വേണമല്ലോ. അത് ഇല്ലാത്തൊരവസ്ഥയ്ക്കാണ് എന്ത് പറയുന്നത്? ഇംപെർഫെക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പാണ് നെക്സ്റ്റ് ടൈപ്പാണ് എക്സ്പെക്റ്റൻസി മോഡൽ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ ടൈപ്സ്. ഒന്നാമത്തെ കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ. അതിൽ നമ്മൾ പെർഫെക്റ്റും ഇംപെർഫെക്റ്റും നമ്മൾ പഠിച്ചു. ഇംപെർഫെക്റ്റും അല്ലേ പെർഫെക്റ്റും നമ്മൾ നോക്കി. രണ്ടാമത്തെ മോഡലാണ് എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ എക്സ്പെക്റ്റൻസി മോഡൽ, അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ അപ്രോച്ച്. ഒന്നുമില്ല, അത്രയേ ഉള്ളൂ. അത് ആ ഒരു സിമ്പിളായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതിൽ ദിസ് അപ്രോച്ച് ഈസ് അഡ്വക്കേറ്റഡ് ബൈ JM കെയ്നസ് അല്ലേ, കെയ്നസ് പറഞ്ഞിട്ടുള്ളതും അല്ലെങ്കിൽ കാലിഡോറും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറയുന്നത്, നമ്മൾ മാർക്കറ്റിനെ എക്സ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവരാണ് ഈ മൂന്നാളുകളാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അവർ പറഞ്ഞിട്ടുള്ളത്, അവർ ആർഗ്യൂ ചെയ്തിട്ടുള്ളത് എന്താണോ, ഫ്യൂച്ചർ പ്രൈസിനെ നമ്മൾ മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ നടത്തുക. മാർക്കറ്റിൽ നമ്മൾ ഫ്യൂച്ചർ പ്രൈസിനെ എക്സ്പെക്റ്റേഷൻ നടത്തുന്നത് മാത്രമാണ് എക്സ്പെക്റ്റേഷൻ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നോൺ ക്യാരി അസറ്റ്സുകളെ കൺസപ്ഷൻ അസറ്റും ഉണ്ട്, അതുപോലെ നോൺ ക്യാരി അസറ്റ്സുകളും അങ്ങനെയുള്ള ക്യാരി മോഡലും മറ്റുള്ള ഇപ്പോൾ നമ്മൾ കമ്മോഡിറ്റീന് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാനുണ്ട്. കൺസപ്ഷൻ മോഡലും ഉണ്ട്, പിന്നെ അതുപോലെ ട്രേഡിംഗ് മോഡലും, അങ്ങനെ 2-3 മോഡൽസുകൾ പറയുന്നുണ്ട്. കൺസപ്ഷനും ഉണ്ട്, അതുപോലെ അസറ്റും ഉണ്ട് കേട്ടോ. അസറ്റിലും ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കമ്മോഡിറ്റീസുകളൊക്കെ നമ്മൾ ഡെറിവേറ്റീവ്സിൽ നമ്മൾ ട്രേഡിങ് നടത്തുമ്പോൾ മാർക്കറ്റിൽ നമ്മൾ എന്താ വിചാരിക്കുന്നത്, ഫ്യൂച്ചർ പ്രൈസിന് ഇത്ര വില ഉണ്ടാകുമെന്ന് നമ്മളിങ്ങോട്ട് തീരുമാനിക്കുകയാണ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. അതിനെയാണ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ തീരുമാനിക്കുക ചെയ്യുന്നത് മാർക്കറ്റ് എക്സ്പെക്റ്റേഷനാണ്. മാർക്കറ്റിനെ കുറിച്ചിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഈ ഒരു എക്സ്പെക്റ്റേഷൻ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അസറ്റ്സുകളെല്ലാം ഫ്യൂച്ചറിൽ നമുക്ക് എത്രത്തോളം വില ഉണ്ടാകുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു പ്രൈസ് അങ്ങോട്ട് ഫിക്സ് ചെയ്യുക. മീൻസ് ഒരു എക്സ്പെക്റ്റേഷൻ പ്രൈസിനെ നമ്മൾ കൊണ്ടുവരിക. അതിനെയാണ് നമ്മൾ എക്സ്പെക്റ്റേഷൻ പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അസറ്റ് ആണെങ്കിലും കമ്മോഡിറ്റി ആണെങ്കിലും കമ്മോഡിറ്റീസുകളൊക്കെ ആണെങ്കിലും നമ്മൾ ഭാവിയിലെ ഒരു പ്രൈസ് ഇത്ര ഉണ്ടാകുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക കേട്ടോ. അതാണ് എക്സ്പെക്റ്റേഷൻ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചർ മാർക്കറ്റ് പ്രൈസ് ആണെങ്കിലും അതുപോലെ
ഇതിൽ പറഞ്ഞു നോക്കുക, ഇൻ കേസ് ഓഫ് കൺസെപ്ഷൻ അസെറ്റ് ഓർ നോൺ ക്യാരി അസെറ്റ്. കൺസെപ്ഷൻ അസെറ്റോ അല്ലെങ്കിൽ നോൺ ക്യാരി അസെറ്റ്സുകളോ നമുക്ക് കോസ്റ്റ് ക്യാരി മോഡൽ കനോട്ട് വർക്ക് ഇൻ പ്രോപ്പർലി. ഇത് അത്തരത്തിലുള്ള ഈ കൺസെപ്ഷൻ അസെറ്റ്സുകൾ നമുക്ക് ഇത് പ്രോപ്പർലി ശരിക്ക് ക്ലിയർ വർക്ക് ചെയ്യുന്നതാണോ? അല്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് എക്സ്പെക്റ്റ് ചെയ്യാണ്. നമുക്ക് ഇന്ന മെച്യൂരിറ്റി പീരിയഡിൽ ഇത്ര പ്രൈസ് അവിടെ ഉണ്ടാകുമെന്ന് നമ്മൾ ഊഹാപോഹം നടക്കുകയാണ്, മീൻസ് എക്സ്പെക്റ്റ് ചെയ്യാണ്, നമ്മൾ തീരുമാനിക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വില കൊടുക്കുക ചെയ്യുന്നത്, അതാണ് എക്സ്പെക്റ്റേഷൻ കൊണ്ട്. അക്കോർഡിംഗ് ടു ദി ക്യാരി മോഡൽ, ഫ്യൂച്ചർ പ്രൈസ് എക്സീഡിങ് സ്പോട്ട് പ്രൈസ് ബൈ ദ എമൗണ്ട് കോസ്റ്റ് ക്യാരി പീരിയഡിക് റിമൈനിങ് മെച്യൂരിറ്റി ഓഫ് ദ കോൺട്രാക്റ്റ് ഈസ് കോൾഡ് ഫുൾ കോസ്റ്റ് ഓഫ് ക്യാരി. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഈ ഫുൾ കോസ്റ്റ് ഓഫ് ക്യാരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെച്യൂരിറ്റി, കോൺട്രാക്റ്റിൻ്റെ മെച്യൂരിറ്റി പീരിയഡിൽ നമ്മൾ പീരിയഡിൽ കോസ്റ്റ് ഓഫ് ക്യാരിയുടെ എമൗണ്ട്, കോസ്റ്റ് ഓഫ് ക്യാരി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചില്ലേ കോസ്റ്റ് ഓഫ് ക്യാരി, അതിൻ്റെ എമൗണ്ട് സ്പോട്ട് പ്രൈസിനേക്കാളിലും കൂടുതലാവുക. മീൻസ് നമ്മൾ ഫ്യൂച്ചർ പ്രൈസ് മസ്റ്റ് ബി എക്സീഡ് സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫ്യൂച്ചർ പ്രൈസ് സ്പോട്ട് പ്രൈസിനേക്കാളിലും കൂടുതലാകുന്ന ഒരു സാഹചര്യം അല്ലേ. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഫ്യൂച്ചർ പ്രൈസിൽ നമുക്ക് എന്ത് കൊടുക്കാം, ചിലപ്പോൾ ഡിസ്കൗണ്ടിൽ കൊടുക്കാം, ചിലപ്പോൾ പ്രീമിയത്തിൽ കൊടുക്കാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ എക്സ്പെക്റ്റേഷൻ നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രൈസ് ഫിക്സ് ചെയ്യാണ്. അങ്ങനെ എക്സ്പെക്റ്റേഷൻ നടത്തിയിട്ട് ഫ്യൂച്ചർ പ്രൈസാണ് കൂടുതൽ എങ്കിൽ, അല്ലെങ്കിൽ ഈ ഫ്യൂച്ചർ പ്രൈസാണ് നമ്മൾ അതാണ് കൂടുതലെങ്കിൽ അവിടെ നമുക്ക് എന്താണ് ഈ ഒരു ഡിസ്കൗണ്ടിലോ പ്രീമിയത്തിലോ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വില നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അപ്പോൾ അല്ലെങ്കിൽ ആളുകൾക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആർബിട്രേജസ് ഇത് ഡിസ്കൗണ്ടിലോ പ്രീമിയത്തിലോ ഒക്കെ ഇത് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഒരു മിനിറ്റ് കേട്ടോ. Okay, expectation model is based on a philosophy that relationship between ഫ്യൂച്ചർ പ്രൈസ് ആൻഡ് എക്സ്പെക്റ്റഡ് സ്പോട്ട് പ്രൈസ്. അങ്ങനെയാണ്. എന്താണ് എക്സ്പെക്റ്റഡ് സ്പോട്ട് പ്രൈസിൻ്റെയും അതുപോലെ ഫ്യൂച്ചർ പ്രൈസിൻ്റെയും ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ എക്സ്പെക്റ്റേഷൻ മോഡൽ എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കുക. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്യൂച്ചർ പ്രൈസ് ആൻഡ് എക്സ്പെക്റ്റഡ് സ്പോട്ട് പ്രൈസ് ഇൻ ദ ഫ്യൂച്ചർ. ഇറ്റ്സ് നോട്ട് ബിറ്റ്വീൻ ഫ്യൂച്ചർ പ്രൈസ് എ ക്യാഷ് പ്രൈസ് ഓർ എ കറണ്ട് സ്പോട്ട് പ്രൈസ്. ഈ ഫ്യൂച്ചർ പ്രൈസും അതുപോലെ ക്യാഷ് പ്രൈസും കേട്ടോ, ഫ്യൂച്ചർ പ്രൈസും കറണ്ട് സ്പോട്ട് പ്രൈസും എന്താണ്, അവിടെ മാർക്കറ്റ് പ്രൈസും ഫ്യൂച്ചർ പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ അവിടേക്ക് എന്താണ്, അവർക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഒരു മിനിറ്റ്. മിനിറ്റ്. ഫോൺ
ഹാങ് ആയില്ല. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞല്ലോ ആ ഒരു ഭാഗം നിങ്ങൾ പഠിക്കട്ടോ. ഇറ്റ് ഈസ് എ ഫിലോസഫി ദാറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്യൂച്ചർ പ്രൈസ് ആൻഡ് എക്സ്പെക്റ്റഡ് സ്പോട്ട് പ്രൈസ് ഇൻ ദ ഫ്യൂച്ചർ കേട്ടോ. അത് ആ ഒരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കുക. എന്താ പറയുക, സ്പോട്ട് വിലയിലെ അല്ലേ നമ്മുടെ ഫ്യൂച്ചേഴ്സ് പ്രൈസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്പോട്ട് വിലയിലെ അതിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പാണ്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഫ്യൂച്ചർ പ്രൈസ് നമ്മുടെ ഫ്യൂച്ചറിലെ അസറ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്പോട്ട് വിലയിൽ മാറ്റമൊന്നും ഇല്ലാത്തൊരവസ്ഥ അങ്ങനെയും ഇതിൽ വരാം കേട്ടോ. വില കൂടുകയും ചെയ്യാം, വില കുറയുകയും ചെയ്യാം, അതുപോലെ മാറ്റമൊന്നുമില്ലാത്ത അവസ്ഥയും വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ ആ ഒരു പാർട്ടിസിപ്പൻസിന് അണ്ടർലൈൻ അസറ്റ്സിന് ഫ്യൂച്ചർ സ്പോട്ട് വിലയേക്കാൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ ഇത് എത്രത്തോളം മുന്നോട്ട് പോകുന്ന ഈ അസറ്റിൻ്റെ ക്യാഷ് പ്രൈസ് വില എത്രത്തോളം മുന്നോട്ട് പോകും അതിൻ്റെ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ്സും ട്രെൻഡും എല്ലാം അറിഞ്ഞിട്ട് ആ ഒരു പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്ത ആ വ്യക്തി ഇതിൻ്റെ എല്ലാ സ്ഥലങ്ങളിലുള്ള കാര്യങ്ങളും പഠിച്ചിട്ടാണ് ഇതിന് ഇറങ്ങുന്നത് കേട്ടോ. അതുകൊണ്ട് കാരണം ഇവിടെ ഈ ഒരു ഫ്യൂച്ചർ പ്രൈസും എക്സ്പെക്റ്റഡ് സ്പോട്ട് പ്രൈസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമ്മൾ കാണണം. മാർക്കറ്റ് പ്രൈസും ഫ്യൂച്ചർ പ്രൈസിനേക്കാൾ കുറവാണ്, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരും. അതുപോലെ ക്യാഷ് പ്രൈസ് കൂടുതലാവുന്ന ഫ്യൂച്ചർ പ്രൈസിനെക്കാട്ടിലും ക്യാഷ് പ്രൈസ് കൂടുതലാണ് സിറ്റുവേഷൻസുകളും അവിടെ വരും. ഇനി അതല്ല, സീറോ ആയിട്ട് യാതൊരു മാറ്റവും ഇല്ലാത്തൊരവസ്ഥയും അവിടെ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആർബിട്രേജിൻ്റെ ആ ഒരു പ്രോസസ്സ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കട്ടെ. ഇവിടെ ആർബിട്രേജ് ഉണ്ട് കേട്ടോ. ഇംപെർഫെക്റ്റിൽ മാർക്കറ്റിൽ മാത്രമാണ് ആർബിട്രേജ് കൊണ്ട് പറയുന്നുള്ളൂ. എക്സ്പെക്റ്റേഷൻ മോഡലിൽ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ അപ്രോച്ചിൽ ആർബിട്രേഷൻ്റെ ആ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ഇവിടെ സ്റ്റാർട്ടാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അതിൽ പറയാനുള്ളത്. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ വാല്യൂ കേട്ടോ. ഫ്യൂച്ചർ പ്രൈസ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റഡ് അല്ലേ. ഇനീഷ്യലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പ്രൈസാണ് കേട്ടോ. എക്സ്പെക്റ്റഡ് പ്രൈസ് ഇൻറ്റു സ്പോട്ട് പ്രൈസ് എന്നുള്ളതാണ്. ഈ F0T എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്രൈസ് അറ്റ് T ഈസ് ഈക്വൽ ടു 0. T മീൻസ് എന്താണ്, എക്സ്പിറേഷൻ ഡേറ്റ് അല്ലെങ്കിൽ ടൈമാണ് കേട്ടോ. ദെൻ E0 ഈസ് ഈക്വൽ ടു എക്സ്പിറേഷൻ അറ്റ് T0 കേട്ടോ. T0 എന്നുള്ളതാണ്. T മീൻസ് എക്സ്പിറേഷൻ ഡേറ്റ് ഇല്ല എന്നുള്ള രീതിയിലാണ് അവിടെ കേട്ടോ. ദെൻ അതുപോലെ സ്പോട്ട് പ്രൈസ് അറ്റ് ടൈം T. സ്പോട്ട് പ്രൈസ് എന്നാണോ നമ്മൾ കൊടുക്കുന്നത് ആ സമയത്തുള്ള സ്പോട്ട് പ്രൈസാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ E0 എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ അറ്റ് T ഈസ് ഈക്വൽ ടു 0. ദെൻ സ്പോട്ട് പ്രൈസ് ടു പ്രിവെയിൽ അറ്റ് ദ ടൈം. അതാണ്. അഥവാ നമ്മുടെ എക്സ്പെക്റ്റേഷൻ നമ്മൾ ആ സമയത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പ്രൈസ് കേട്ടോ. അത്രയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അത് ചെറിയൊരു ഇക്വേഷൻ അല്ല, ഇതിൽ നോക്കാം. പ്രോബ്ലം പറയാം. നോട്ട് അട്രാക്റ്റീവ് സ്പെക്കുലേറ്റീവ് പറഞ്ഞിട്ടുള്ള സ്പെക്കുലേറ്റീവ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ നടക്കുന്നില്ല. ആർബിട്രേജ് ഇവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. സ്പെക്കുലേറ്റീവ് ഓപ്പർച്യൂണിറ്റീസ് നോട്ട് റിലേഷൻ ഡു നോട്ട് ഹോൾഡ് ദെയർ വുഡ് അട്രാക്റ്റീവ് സ്പെക്കുലേറ്റീവ്സിനെ ഇതിൽ അട്രാക്റ്റ് ആവുന്നുണ്ടെന്ന് കേട്ടോ. അതുപോലെ ആർബിട്രേജേഴ്സും ഇതിൽ അട്രാക്റ്റ് ആവുന്നുണ്ട്. അതാണ് എക്സ്പെക്റ്റേഷൻ തിയറിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത്. പിന്നെ കറണ്ട് ഫ്യൂച്ചർ പ്രൈസ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ സ്പോട്ട് പ്രൈസ്. ഇത് രണ്ടും ഈക്വൽ ആവേണ്ട ഒരവസ്ഥയാണ് വരേണ്ടത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഡിസ്കൗണ്ടിലോ പ്രീമിയത്തിലൊക്കെ കൊടുത്ത് അതിനെ ഈക്വൽ ആക്കണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞ കാര്യം?
ഷോർട്ടിൽ പറയുകയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ മോഡൽ ദ കറണ്ട് ഫ്യൂച്ചർ പ്രൈസ് മസ്റ്റ് ബി ഈക്വൽ ടു ദ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ സ്പോട്ട് പ്രൈസ്. മനസ്സിലായില്ലേ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ പ്രൈസ് ആൻഡ് ഇനീഷ്യൽ ഫ്യൂച്ചർ പ്രൈസ് ഇൻ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ പ്രോഫിറ്റ് അല്ലേ? എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ പ്രൈസും ഇനീഷ്യൽ ഫ്യൂച്ചർ പ്രൈസിൻ്റെയും ഡിഫറൻസ് ഇല്ലേ, അത് അവിടെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണ് അതിൽ ആ ഡിഫറൻസ് നോക്കുമ്പോൾ നമുക്ക് ഫ്യൂച്ചർ പ്രോഫിറ്റ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുമാണ് ആ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഇക്വേഷന് നിങ്ങളൊന്ന് നോക്കുക. F0 is equal to F0t is equal to E0 into ST കേട്ടോ. നോക്കുക, അതിലെ ആ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. സപ്പോസ് ജനറൽ എക്സാമ്പിൾസ് ഒക്കെ സിമ്പിളാണ്, പക്ഷെ പറയുമ്പോൾ ഇതിങ്ങനെ നമുക്ക് വളഞ്ഞു മൂക്ക് പിടിക്കാമെന്ന് അറിയില്ല, അതുപോലെയാണ്. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഫ്യൂച്ചർ പ്രൈസിനെ എക്സ്പെക്റ്റേഷൻ നടത്തുക എന്നുള്ളതാണ് കേട്ടോ. മാർക്കറ്റിൽ ഇത്ര വില ഉണ്ടാകുന്ന എക്സ്പെക്റ്റേഷൻ നടത്തുക. അങ്ങനെ വില നന്നായിട്ട് കൂടും കുറയും ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്താണ് കൂടുതൽ പ്രോഫിറ്റും കൂടുതൽ ലോസും ഉണ്ടാകും. പക്ഷേ ഇത് ഈക്വൽ ആവേണ്ട ഒരു അവസ്ഥ വരുന്നത്. അല്ലെങ്കിൽ ചെറുതായിട്ടുള്ളൊരു ഡിഫറൻസ് ഒക്കെ ആണെങ്കിൽ അവിടെ എന്താണ് ഈ ആർബിട്രേജും സ്പെക്കുലേറ്റേഴ്സും അവിടെ ഇറങ്ങിയിട്ട് ഇവിടെ കളിക്കും. അവരെന്ത് ചെയ്യും, അവർ പ്രീമിയത്തിലോ ഡിസ്കൗണ്ടിലൊക്കെ കൊടുത്തിട്ട് അതിനെ ഈക്വൽ ആക്കിയിട്ട് അവർക്ക് അതിൽ നിന്നൊരു എന്ത് ചെയ്യും പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കും. അതാണ് അത്രയേ ഉള്ളൂ ഇവിടെ നടക്കുന്ന കാര്യം കേട്ടോ. ഓക്കെ, ആ എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഗോൾഡ് നെക്സ്റ്റ് ഏപ്രിൽ will be 2500 per gram. Future price today for July 1st must somewhat reflect the expectation അല്ലേ? എക്സ്പെക്റ്റേഷൻ അവർ ജൂൺ ആ സമയത്ത് ഒന്ന് നോക്കി എക്സ്പെക്റ്റ് ചെയ്തത് ടുഡേ ഫ്യൂച്ചർ പ്രൈസ് 2475 ഗോയിങ് ലോങ് ഫ്യൂച്ചർ ഈൽഡ് എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് വാട്ട് ഈസ് എ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് എന്നാണ് നമുക്ക് കാണേണ്ടത്. ഇതിൽ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത്. ചെറിയ മാറ്റമൊക്കെ ആണെങ്കിൽ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് കിട്ടും ഞാൻ പറഞ്ഞില്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ പ്രൈസ് അവിടെ പറഞ്ഞ പ്രൈസ് മൈനസ് ഇനീഷ്യൽ ഫ്യൂച്ചർ പ്രൈസ്. നമ്മൾ ആദ്യം എത്രയാണ് ഫ്യൂച്ചർ പ്രൈസ് കൊടുത്തത്? 2500 രൂപയാണ്. പിന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പ്രൈസ് എത്രയാണ്? 2475 രൂപയാണ്. ആദ്യം നമുക്ക് എത്ര കിട്ടി? 25 രൂപ കിട്ടി. അത്രയേ ഉള്ളൂ ഇതിൽ പറയുന്നത്. ഓക്കെ അല്ലേ? പക്ഷേ ഇതിൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയോ മനസ്സിലാവും. പക്ഷേ ഞാൻ പറയുന്നത് സിമ്പിളായിട്ട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവണില്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പോൾ ഈ മോഡൽസേ നിങ്ങളിങ്ങനെ ടെക്സ്റ്റ് വായിക്കണ്ടെന്നല്ല, പക്ഷെ ഞാൻ പറയുന്നത് അവിടെ നിന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. അത്രയും നമുക്കിന്ന് മതി. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇനി നൈറ്റിൽ നമുക്ക് ലൈവ് വെക്കാം കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇനി അടുത്ത ഭാഗം നോർമൽ ബാക്ക്വേഡേഷൻ മോഡലുണ്ട്, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലുണ്ട്. ഇതൊന്ന് കുറച്ച് ഭാഗം തീർക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്നും നമുക്ക് 9 മണി മുതൽ 9:45 വരെയാണ്. അപ്പം ഫസ്റ്റ് അവർ ഒന്നും എടുക്കലില്ല.